വൻകരയിലെ സമസ്തൻ്റെ EK സമസ്തൻ്റെ പ്രസിഡന്റാണ് ആര്? ജിഫിരി മുത്തുക്കോയ. ആ ജിഫിരി മുത്തുക്കോയ അയാൾക്കുണ്ടായ ഒരു ദർഗയിലുണ്ടായ അനുഭവം അയാൾ പറയുന്നവരൊന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. ബാക്കി ഞാൻ പറഞ്ഞുതരാം. അവിടെ നിൽക്കട്ടെ ഒരു പോയിന്റ് ഞാൻ ഓരോന്ന് നിർത്തി പറയാം, എന്നാലേ ഇതിൻ്റെ രസം കിട്ടുള്ളൂ. ഞമ്മക്കൊരു ധാരണ ഉണ്ട്, ഔലിയ എന്ന് പറഞ്ഞാൽ പച്ചയും പൊതച്ചിട്ട് പോക്കറ്റിൽ കഞ്ചാവൂട്ട് നടക്കുന്ന ആൾക്കാരാണ്. അത് നിങ്ങളെ ധാരണയാണ് ജിഫിരി മുത്തുക്കോയ തങ്ങളെ, നിങ്ങളെ പരിപാടിയാണ്. ഞങ്ങൾക്ക് ആ ധാരണ അല്ല. നിങ്ങളെ ആൾക്കാരോട് നിങ്ങൾ പറഞ്ഞോ, ഞങ്ങളോട് നിങ്ങളത് പറയണ്ടേ. ഞങ്ങൾക്ക് ആ ധാരണ ഇല്ല. ഞങ്ങൾ അങ്ങനത്തെ കള്ളന്മാരാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെ കഞ്ചാവും പോക്കറ്റിലിട്ട് നടക്കേ. അത് തുടരട്ടെ. അപ്പോൾ അവരൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ടായി തന്നെ അവർ സൗകര്യം ചെയ്യും. അങ്ങനെ കുറച്ച് ഊസിൻ്റെ അടുത്താണ് ജിത്തൊക്കെ നടക്കുന്നത് സ്റ്റേജിൽ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മക്കുറയിൽ നടക്കുന്ന കുറേ ഉടിയാക്കന്മാരുണ്ടല്ലോ, കച്ചിയും ടോപ്പൊക്കെ ഇട്ട് തലയിൽ വലിയ കെട്ടൊക്കെ കെട്ടി. അവർ രണ്ടാളുകൾ ഇങ്ങനെ വരിക, രണ്ടാളെ പോയി കൊണ്ടുപോകും. അങ്ങനെ വന്നിട്ട് ഇവരെന്താക്കിയത്, ഇവരുടെ അപ്പാപ്പം കൊടുത്തു, ഇവരുടെ അപ്പാപ്പം തനിക്ക് കൊണ്ടുപോകും. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ ആലോചിച്ചു, ഇവരൊക്കെ വലിയ ഉടിയാക്കന്മാരപ്പോൾ ഈ ഒരു കുട്ടിനെ കൊടുത്തിട്ടു. ഞാൻ പറഞ്ഞു ഇവരോട് നിങ്ങളൊന്ന് പോയി പറയാം അവരോട്, അങ്ങനെ ഒരു കൊണ്ടു രണ്ടാളോട് കിടക്കാൻ പറഞ്ഞു. ഇവർ ദൈവത്തേതാ എങ്ങനെയാണെങ്കിലും ഇവരുടെ വന്നതൊക്കെ ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞത് എന്താണെന്നറിയോ, ഒന്നും ഉണ്ടാൻ പറ്റില്ല, അവർ വലിയ രോഗിയാണെന്ന് ഉണ്ടാൻ പറ്റില്ല ഇവരെന്ത്. അപ്പം ഞാൻ അവരെ ചെന്നാണ്ട് നാട്ടി വിളിച്ച് പറയാം. അപ്പോൾ എന്നോട് പറഞ്ഞു ഇനിയിപ്പോൾ രാത്രി. ഞാൻ പറഞ്ഞു എനിക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർ നീ ഉപദ്രവിക്കുമെന്നാണ് പിന്നെ പറയുന്നത്. അപ്പം ഇങ്ങനെ പല മസാലകൾ കൂടിയും പല കള്ളന്മാർ അവരെ കേസായി നോക്കിയാൽ കഞ്ചാവായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളതായ ഇവരൊക്കെ പിന്നിൽ കൂടുന്നതായ ഒരു സ്വഭാവം നമ്മളിൽ നിന്നുള്ള പലർക്കും ഇവരൊക്കെ പിന്നിൽ കൂടുന്ന ഒരു സ്വഭാവം ഉണ്ട്. ജിഫിരി മുത്തുക്കോയ തങ്ങളോട് പറയാണ് നിങ്ങളെ കൗമിൻ്റെ സ്വഭാവം. ഇതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താനാണ് ഞങ്ങൾ ഈ അധ്വാനിക്കണതേ. ഇങ്ങനെ നടക്കുന്ന കുറേ കൊന്ത്രമാലകളെ പിന്നാലെ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഔലിയെന്നും പറഞ്ഞിട്ട് ഒരു പച്ചയും കാണും, ഒരു ചോപ്പ് ഇടും, ഇങ്ങനെ താടി നീട്ടി വീട്ടി വളർത്തി വൃത്തിയില്ലാതെ കഞ്ചാവും പോക്കറ്റിലിട്ട് രണ്ടാൾക്കാർ അപ്പുറം കിടക്കണം. നടുക്കൊരു പെണ്ണും ജാറത്തിൽ ഉറങ്ങണ്. കൊടിമരം ഉണ്ട്, രാത്രിയിൽ ദിക്റും ഉണ്ട്, തവാഫും ഉണ്ട്, ഹൽക്കി ഉണ്ട്, ദിക്ർ മജ്ലിസും ഉണ്ട്, ദിക്റും ഉണ്ട്, ആ രൂപത്തിൽ സലാത്ത് മജ്ലിസും ഉണ്ട്. ഇങ്ങനെ നടക്കുക കള്ളന്മാർ. നിസ്കാരമല്ല, നോമ്പുമില്ല, ഒന്നുമില്ല, കഞ്ചാവും മദ്യവും ലഹരിയൊക്കെ ഇങ്ങനെ നടക്കുക. ഇങ്ങനെ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഒരു ജിഫിരി മുത്തുക്കോയ തങ്ങളാ പറയണത്. ഇത് ഞങ്ങൾ പറയണതാ. ഇങ്ങനത്തെ ആളുകളെയല്ലേ ഔലിയാക്കന്മാരാന്ന് കൊണ്ട് നടക്കുന്നത്. എന്നിട്ട് മൂപ്പരെ ഇതിനെ അവരെ ആട്ടി പറഞ്ഞയച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞു എന്നാ പറയണത്, എന്ത് തങ്ങളെ ആകെ പ്രശ്നമാവട്ടോ, നാവൊന്നും എതിർക്കാൻ പാടില്ല, അതൊക്കെ ഇവിടെ നടന്നോട്ടെ. കാരണം അവരൊക്കെ എതിർത്താൽ അവരൊരു ലോബിയാണ്, അവർ ഗുണ്ടകളെ വിട്ടോട്ട് നമ്മളെ ആക്രമിക്കുന്നു. തങ്ങൾ പറഞ്ഞാൽ എനിക്ക് ആ പേടിയൊന്നുമില്ല. എന്നാലോചിച്ച് നോക്കിയാൽ തങ്ങൾക്ക് പേടില്ല, ആൾക്കാരവിടെ ഉണ്ടേ, ഒന്നും കാട്ടൂലാന്ന്. പക്ഷെ സാധാരണക്കാരായ കൗമ മിണ്ടാതെ നോക്കും. നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതാണിത്. എന്താടോ പ്രശ്നം? നിങ്ങളെ പോക്കറ്റിൽ കഞ്ചാവുണ്ടായ എന്താ നിങ്ങൾക്ക് പ്രശ്നം? അയാൾ പച്ചട്ടോട്ട, നിങ്ങൾക്ക് എന്താ പ്രശ്നം? അയാളുടെ പോക്കറ്റിൽ നിറയെ കഞ്ചാവുണ്ട്, നിങ്ങൾക്ക് എന്താ പ്രശ്നം? അത് കഞ്ചാവാന്ന് നിങ്ങൾ പറയണതല്ലേ? അത് നല്ല ഒറിജിനൽ നല്ല രൂപത്തിലുള്ള സാധനമാക്കി മാറ്റാൻ അള്ളാഹുവിന് കഴിയൂലേ? കള്ളിൻ്റെ കുപ്പി കണ്ടാൽ പോലും കുറ്റം പറയാൻ പാടില്ല എന്നല്ലേ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്? ഒരു ഔലിയ ചാരായത്തിൻ്റെ ബോട്ടിൽ ഇങ്ങനെ ഒഴിക്കണത് കണ്ടാലും നമ്മൾ അയാളെ കള്ളുടിയെന്ന് വിളിക്കരുത്. കാരണം അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം ബോട്ടിലൊഴിച്ച് വായയിലേക്ക് അങ്ങോട്ട് എത്തുമ്പോഴേക്ക് അസലം മുസഫ, ശുദ്ധമായ തെളി തേനാക്കി മാറ്റാൻ അല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. അത് കുടിക്കുന്നത് നമ്മൾ കാണുമ്പോൾ കള്ളാണ്, ചാരായമാണ്, പക്ഷേ അവർ കഴിക്കുന്നത് ശുദ്ധമായ തേനാണ്. നിങ്ങളത് പഠിപ്പിച്ചു കൊടുത്തവരല്ലേ? പിന്നെ എന്താ ഇങ്ങക്കൊരു പ്രയാസം? ഇപ്പം നിങ്ങൾക്ക് എന്താ ഒരു പ്രയാസം? പച്ച കാണുമ്പോൾ ഇടങ്ങേറ് സംഘടനാ പക്ഷപാതിത്താണ്. ചിലപ്പോൾ മൂപ്പർ മറ്റൊരു ചിലപ്പോൾ ഏൽപ്പിക്കാരാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരീക്കത്താവും. അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർ തമ്മിൽ തെറ്റല്. ആശയത്തിലൊക്കെ നിങ്ങൾ ഒന്നാണ് ഞങ്ങൾക്കറിയാം. നിങ്ങളിൽ പല ആശയങ്ങളും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുക്കണമൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം ഇതിനൊക്കെ എന്തിനാണ് ഈ ജിഫിരി മുത്തുക്കോയ തങ്ങൾ എതിർക്കുന്നത്?